കറോസുസ പ്രാർത്ഥനകൾക്കായി നമുക്കെല്ലാവർക്കും ഇരുന്നുകൊണ്ട് തന്നെ ശിരസ്സ് നമിച്ച് കൈകൾ കൂപ്പി നിൽക്കുന്ന വൈദികാർത്ഥിക്ക് വേണ്ടി ഏകമനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ. സ്വയം ത്യജിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങയെ അനുഗമിക്കുവാനും എല്ലാറ്റിനുപരിയായി അങ്ങയെ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന അങ്ങയെ അനുകരിച്ച് ലളിത ജീവിതം നയിക്കുവാനും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കുവാനും ലോകത്തിലെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിഷ്യന്മാരുടെ അടയാളമായ സാഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങിൽ നിന്ന് പഠിക്കുവാനും നല്ല ഇടയനായ അങ്ങയെ പോലെ അജഗണത്തിനു വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായി എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിന്റെ അല്ലാതെ ജീവിതം നയിക്കുവാനും കാണാതെ പോയ ആടുകളെ തേടി പിടിക്കുവാനും അങ്ങയുടെ അജഗണത്തിൽ ഉൾപ്പെടാത്താവുകയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമരിയക്കാരനായിരിക്കുവാനും അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. അങ്ങീദാസന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഈ സഹോദരന് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. അനുതാപം പ്രകടമാക്കുന്ന സങ്കീർത്തനവും പുരോഹിതാർത്ഥിയിൽ ചൊരിയണമേ എന്ന യാചനയുമാണ് അടുത്ത കാനോന പ്രാർത്ഥനയിലുള്ളത്. കാനോനയുടെ ആരംഭത്തിലും അവസാനത്തിലും വൈദികാർത്ഥി മുട്ടുകുത്തി അഗാധാചാരം ചെയ്ത് എഴുന്നേൽക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കെന്ന പോലെയും ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവരെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചു മടുത്തു. അക്ഷരരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കർത്താവേ,
വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദിവ്യദാനത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ ആരാധകന്റെ മേൽ അങ്ങയുടെ സമൃദ്ധമായ കൃപയും ഉദാരമായ ദാനങ്ങളും വർഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ശുശ്രൂഷിക്കുവാൻ ഈ ആൾക്ക് കൃപയേകണമേ. വിശുദ്ധ ശ്രീവായി രക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാൻ ഈ സഹോദരനെ പ്രാപ്തനാക്കണമേ. സജീവവും ജീവദായകവുമായ അങ്ങയുടെ അടയാളത്താൽ മുദ്രിതരായ ജഗണത്തെ അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ജെറിനെ ശക്തനാക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. തിരുപ്പട്ട ദാന ശുശ്രൂഷയിലെ അതിപ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. അഭിവന്ദ്യ പിതാവും സഹകാർമ്മികരും അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിനായി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്ന വൈദികാർത്തിയോട് ചേർന്ന് നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. നീ
പരിശുദ്ധാത്മാവേ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. തൻ്റെ കുറവുകൾ പരിഹരിച്ച് ശ്രേഷ്ഠമായ ഈ ശുശ്രൂഷ തൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് ശംശയുടെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടെ നിന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ആത്മാവിൻ്റെ ദാനങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് വൈദികാർത്തിക്ക് നൽകുന്നതിൻ്റെ അടയാളമായി മെത്രാൻ തൻ്റെ ഇടതുകരം യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വലതുകരം വൈദികാർത്തിയുടെ ശിരസിൽ വെച്ചുകൊണ്ടും ആദ്യത്തെ കൈവയ്പ് പ്രാർത്ഥന ചൊല്ലുന്നു. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിന് ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പുരോഹിത ശുശ്രൂഷയുടെ കയ്യൊപ്പ് വഴി ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിനെ ജെറിനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ ദാസൻ്റെ മേലിറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഈ സഹോദരൻ ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ജെറിൻ പരിപൂർണനാക്കപ്പെടട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രണ്ടാമത്തെ കൈവയ്പ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഈ വൈദികാർത്തിക്ക് ലഭിക്കുവാൻ ആർച്ച് ഡീക്കൻ അഭ്യർത്ഥിക്കുന്നു. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാന ജെറിൻ എന്ന ജോസഫിന് വേണ്ടി നിങ്ങൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവിൻ. ഭക്തിജനകവും കൃപാവരപൂർണവുമായ ഈ രണ്ടാം കൈവയ്പ് പ്രാർത്ഥനാ ശുശ്രൂഷയോടുകൂടി ഡീക്കൻ ജെറിൻ ചൂണ്ടൽ പുരോഹിത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. ജീവന്റെ ഉറവിടമായ ദൈവവചനം പ്രസംഗിക്കുവാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുവാനും പാപങ്ങൾ മോചിപ്പിക്കുവാനും ഇദ്ദേഹത്തിന് അധികാരം നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മെത്രാന്മാർക്കുള്ള ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് അഭിവന്ദ്യ പിതാവ് വൈദികാർത്തിയെ ആശീർവദിക്കുന്നു. ശുശ്രൂഷ പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ ദാസന് വേണ്ടി തീഷ്ണതയോടെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ ദൈവവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിൻ്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും പ്രബോധകരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൻ പാർക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്ഥിരീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ.
സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഈ സഹോദരൻ നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയിലും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോട് നിർമ്മല മനസ്സാക്ഷിയോടും കൂടെ അങ്ങയുടെ വിശുദ്ധ മതബഹായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിൻ്റെ ഭാഗഭാഗത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിലെ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിൻ്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഈ സഹോദരൻ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിലെ പ്രസന്നവദനരായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതൻ്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിൻ്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശപൂർവ്വം നിലനിൽക്കുന്നതിനും ഈ സഹോദരനെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിത്താന്റെ കൈവയ്പ് വഴി പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നവവൈദികനെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുകയാണ്. അഹ്റോനെ യഹോവ തന്നെയാണ് തിരുവസ്ത്രങ്ങൾ അണിയിച്ചത്. ജീവിതകാലം മുഴുവൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയോട് വിശ്വസ്തത പാലിച്ച് ജീവിക്കുവാൻ നവവൈദികനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവനും നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടെ തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം നിന്നെ എന്നേക്കുമായി ധരിപ്പിക്കട്ടെ. വൈദികൻ ദൈവവചനത്തിൻ്റെ പ്രഘോഷകനാണ്. കറോയ പട്ടം സ്വീകരിച്ചപ്പോൾ പഴയ നിയമവും, ഹോപ്പ്ദായ്ക്കന പട്ടം സ്വീകരിച്ചപ്പോൾ സങ്കീർത്തനങ്ങളും, ഡീക്കൻ പട്ടം സ്വീകരിച്ചപ്പോൾ ലേഖന ഗ്രന്ഥവുമാണ് നൽകപ്പെട്ടത്. പൗരോഹിത്യ പദത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ജീവിതകാലം മുഴുവനും വചനപ്രഘോഷകനും വചനത്തിന്റെ സാക്ഷിയുമായിരിക്കണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നവവൈദികന് കാർമികൻ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിൽ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും, ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമാകട്ടെ. ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിലും ശുശ്രൂഷ പൗരോഹിത്യത്തിലും പങ്കുപറ്റുന്ന നവവൈദികൻ വേർതിരിക്കപ്പെട്ടവനും വിശുദ്ധീകരിക്കപ്പെട്ടവനുമാണ്. ഇതിന്റെ അടയാളമായി നവവൈദികനെ തൈലാഭിഷേകം ചെയ്യുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജെറിൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇരുന്നു കൊണ്ട് തുടർന്നുള്ള തിരുക്രമങ്ങളിൽ പങ്കുകൊള്ളാം. പൗരോഹിത്യത്തിലൂടെ നൽകപ്പെട്ട ആത്മീയ നാണയങ്ങൾ ശരിയായി വിനിയോഗിക്കാൻ നവവൈദികൻ അനുഗ്രഹം നൽകണമേ എന്ന പ്രാർത്ഥനയാണ് സമാപന കാനോന. ഈ സമയം ആർച്ച് ഡീക്കനാൽ അനയിക്കപ്പെട്ട് നവവൈദികൻ അനുദിനം ബലിയർപ്പിക്കുന്ന വിശുദ്ധ ബലിപീഠത്തെ ആദരപൂർവം ആദ്യം വലതുവശത്തും പിന്നീട് ഇടതുവശത്തും ചുംബിക്കുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും.
കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെല്ലാം കർത്താവ് പരിപാലിക്കും, ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ജീവകാലങ്ങളിൽ നിന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്നെ മഹനീയമായ കൈവെപ്പ് വഴി പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ അഭിവന്ദ്യ പിതാവിൻ്റെ മുമ്പിൽ നവവൈദികൻ ഇപ്പോൾ മുട്ടുകുത്തി അദ്ദേഹത്തിൻ്റെ കൈകൾ ചുംബിക്കുന്നു. തുടർന്ന് അഭിവന്ദ്യ പിതാവ് നവവൈദികനെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അഭിവന്ദ്യ പിതാവും മദ്ബഹയിലുള്ള വൈദികരും നവവൈദികൻ്റെ അഭിഷിക്ത കരങ്ങൾ ചുംബിച്ച് ആശ്ലേഷിച്ച് അദ്ദേഹത്തിന് അഭിവാദനവും അനുമോദനങ്ങളും അർപ്പിക്കുന്നു. തൻ്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പരിപൂർണനാക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് തുടർന്നുള്ള സമാപന പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൽ നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടല്ലോ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നനാക്കുന്നവനും അങ്ങൊന്നാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്നും അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിൻ്റെ നിഗൂഢവും സ്തുത്യർഹവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ നീ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, വിജയശ്രീലാളിതമായ കുരിശിൻ്റെ ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥനയും നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും സ്നാപയോഹന്നാനിൻ്റെയും അപേക്ഷയും
എപ്പോഴും ഞങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഭാരതത്തിന്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ തീഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പ്രഥമ വേദസാക്ഷിയായ മാർ സ്തഫാനോസിൻ്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാർ അദായയുടെയും മാർ മാറിയയുടെയും മാർ യാക്കോബിൻ്റെയും മാർ ഗീവർഗീസിൻ്റെയും മാർ കുര്യാക്കോസിൻ്റെയും മറ്റ് വേദസാക്ഷികളുടെയും മാർ അപ്രേമിൻ്റെയും മറ്റ് മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനായി ആക്കട്ടെ. തൻ്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടുന്ന് നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലുകൾ വെളി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് മാതാപിതാക്കളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്കർമ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തന്നെ മഹനീയ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ അഭിമന്യ പിതാവിന് നവവൈദികൻ ഇപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി പറഞ്ഞുകൊണ്ട് തിരി നൽകുകയും വിധേയത്വത്തിൻ്റെയും ആദരവിൻ്റെയും സൂചനയായി മോതിരം ചുംബിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ തിരുപ്പട്ട കൂദാശയിലൂടെ പുരോഹിത സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തിയ അഭിമന്യ മാർ ബോസ്കോ പിതാവേ, എൻ്റെ അധ്യാപകനും കുടുംബ സുഹൃത്തും എൻ്റെ ആത്മീയ പിതാവുമായ അങ്ങിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഏറെ സന്തോഷത്തോടെ എൻ്റെ ആഗ്രഹം സ്വീകരിക്കുകയും എനിക്കായി പ്രാർത്ഥിക്കുകയും തിരുപ്പട്ട കൂദാശ പരികർമ്മം ചെയ്യുവാൻ ഇവിടെ സന്നിഹിതനാവുകയും ചെയ്ത അഭിമന്യ പിതാവിനെ വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു.